മാറ്റമാണ് പ്രകൃതിയുടെ നിയമം. ഈ പ്രകൃതിയിൽ സ്ഥിരമായതൊന്നുമില്ല. എല്ലാം തന്നെ മാറ്റത്തിന് വിധേയമാണ്. ആളുകളും അവസ്ഥകളും ഒക്കെ. ഇന്ന് സമൃദ്ധിയിലാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയോ പാവങ്ങളെ അവഗണിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്താൽ നാളെ എല്ലാം മാറിവരാം. പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. പ്രതിഫലം ആഗ്രഹിക്കാതിരുന്നാൽ നിരാശയും ദുഃഖവും ഒഴിവാക്കാം. നമുക്ക് നമ്മുടെ കർമ്മത്തിൽ നിന്നും ഒളിച്ചോട്ടം സാധ്യമല്ല. അതിനായാണ് ഓരോ ജന്മവും കിട്ടുന്നത് തന്നെ. സത്യത്തെ ഒരിക്കലും നശിപ്പിക്കാനാവില്ല. ഒരുവൻ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് ഭയക്കേണ്ട കാര്യമില്ല. പലപ്പോഴും സത്യത്തെ മറച്ചുവെക്കാനാവും. എന്നാൽ സമയമാവുമ്പോൾ തീർച്ചയായും എത്ര മറച്ചുവെച്ച സത്യവും വെളിപ്പെടുക തന്നെ ചെയ്യും. ആത്മാവ് നശ്വരമാണ്. അതൊരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അനശ്വരമായ നമ്മുടെ ആത്മാവ് സ്വീകരിക്കുന്ന ആവരണം മാത്രമാണ് ഈ ശരീരം. ആ ആവരണമാണ് ഓരോ ജന്മങ്ങളും. ഓരോ ജന്മത്തിലും നാം ചെയ്യുന്ന സൽപ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളും പേറുന്നതും ആത്മാവ് തന്നെ. അതിമോഹം, കോപം, അത്യാഗ്രഹം ഇവ നരകത്തിലേക്കുള്ള വാതിലുകളാണ്. അത്യാഗ്രഹവും അതിമോഹവുമാണ് മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതിയായ കോപം വിവേകശൂന്യരുടെ ലക്ഷണമാണ്. ഈ ലോകത്തിൽ എന്തുതന്നെ സംഭവിച്ചാലും അതിനെല്ലാം ഒരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിസ്സാര കാര്യങ്ങൾക്ക് പോലും കാരണമുണ്ട്. അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും. ഈശ്വരൻ എന്നും എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നാം എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നത് പ്രസക്തമല്ല. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഈശ്വരൻ സാക്ഷിയാണ് എന്ന് പറയാം. നാം നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ ശീലിക്കേണ്ടതുണ്ട്. കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് ദുർബലർക്കാണ്. മറ്റുള്ളവരോട് ഒച്ചവെച്ച് സംസാരിച്ച് കോപമടക്കാനാവാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അബദ്ധങ്ങളിലേക്കും വീഴ്ചകളിലേക്കും മാത്രമേ നമ്മെ നയിക്കാനാവൂ. കോപം അടക്കാനാവാത്തവർ സ്വയവും ചുറ്റുമുള്ളവരെയും മാനസികമായി മുറിപ്പെടുത്തുന്നു. നാം നമ്മുടെ ധർമ്മത്തിനാണ് മുഖ്യ പ്രാധാന്യം നൽകേണ്ടത്. ഓരോ വ്യക്തികളും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ധർമ്മം ചെയ്യുക. ഒരു ഡ്രൈവറുടെ ധർമ്മം യാത്രക്കാരെ സുരക്ഷിതമായി എത്തിക്കുക എന്നതുപോലെ, ഒരു ഡോക്ടറുടെ ധർമ്മം രോഗികളെ ശുശ്രൂഷിക്കുക എന്നതുപോലെ, ഒരു മാതാവിൻ്റെ ധർമ്മം അവരുടെ കുട്ടികളെ പരിപാലിക്കുക എന്നതുപോലെ ഓരോ ആളുകളും അവരുടെ ധർമ്മം വീഴ്ച കൂടാതെ ചെയ്യുക.